നമസ്കാരം. എല്ലാവർക്കും സുവോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് +2 സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ്. അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റത്തെ പറ്റിയും വ്യക്തമായ കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഗ്യാമറ്റോജെനിസിസ് ആണ്. ആദ്യം പറയാൻ പോകുന്നത് ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ്. അതായത് നിങ്ങൾ ബയോളജിയിലെ ഒന്നാമത്തെ പാഠത്തിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ടോപ്പിക്കിൽ പഠിച്ചത് പ്രകാരം സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസിൻ്റെ ബോഡിക്കകത്ത് നടക്കുന്ന ചേഞ്ചസിൽ, മാറ്റങ്ങളിൽ പ്രധാനമായിട്ടും 3 ഈവൻറ്റുകളായിട്ടാണ് പറയുന്നത്. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ, ഒന്ന് ഫെർട്ടിലൈസേഷൻ, മറ്റൊന്ന് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ, ആ പ്രീ ഫെർട്ടിലൈസേഷനിൽ വരുന്ന ഭാഗമാണ് ഗ്യാമറ്റോജെനിസിസ് ആൻഡ് ഗ്യാമറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മളതിൽ മെയിലും ഫീമെയിലും സിസ്റ്റം പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഗ്യാമറ്റോജെനിസിസ് ആണ്. കാരണം നമുക്കറിയാവുന്ന കാര്യം വെച്ചിട്ട് ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടും ടെസ്റ്റിസിനകത്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. അതേപോലെ ഓവറിക്കകത്ത് ഓവം പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. ഇനി ആവശ്യം എങ്ങനെയാണ്, ഏത് പ്രോസസ്സ് വഴി അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വഴിയാണ് ഒരു സ്പേം അല്ലെങ്കിൽ ഒരു ഓവം, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഗ്യാമറ്റോജെനിസിസ് ഈസ് ദി ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ് ഇൻ ഗൊണാഡ്സ്. അതിൽ 2 തരം ഗ്യാമറ്റോജെനിസിസ് ഉണ്ട്, സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസ് ഒന്ന് ടെസ്റ്റിസിൻ്റെ ക്രോസ് സെക്ഷനാണ്, മറ്റൊന്ന് ഓവറിയുടേതാണ്. ടെസ്റ്റിസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചർ പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു, സെമിനിഫറസ് ട്യൂബ്യൂൾ, സ്പെർമറ്റഗോണിക് സെൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഓവറിയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ്സ് ഇൻ ഗൊണാഡ് ഈസ് കോൾഡ് ഗ്യാമറ്റോജെനിസിസ്. ഇൻ മെയിൽ ഇറ്റ് ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്, ദാറ്റ് മീൻസ് ഫോർമേഷൻ ഓഫ് സ്പേം. ആൻഡ് ഇൻ ഫീമെയിൽ ഇറ്റ് ഈസ് കോൾഡ് ഊജെനിസിസ്, ഫോർമേഷൻ ഓഫ് ഓവം. ഇനി നമുക്ക് സ്പെർമറ്റോജെനിസിനെ പറ്റി നോക്കാം. എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഓർ സ്പെർമറ്റോസോവ ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. ആ സ്പെർമറ്റോജെനിസിസ് 2 സ്റ്റെപ്പായിട്ട് നടക്കുന്നത്. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്, മറ്റൊന്ന് സ്പെർമിയോജെനിസിസ്. എന്താണ് സ്പെർമാറ്റിഡ്? സ്പെർമാറ്റിഡ് എന്ന് വെച്ചാൽ ഒരു റൗണ്ട് സ്ട്രക്ചറാണ്. ശരിക്കും സ്പേം എന്ന് പറയുന്നത് നമ്മുടെ സൈഡിൽ കാണുന്ന ഡയഗ്രാം ഉണ്ടല്ലോ, ഹെഡും ടെയിലൊക്കെയുള്ള ആ ഭാഗമാണ് സ്പേം. അപ്പോൾ ആദ്യം സ്പെർമാറ്റിഡ് ഫോം ചെയ്യും, പിന്നെ സ്പെർമാറ്റിഡ് ട്രാൻസ്ഫോം ഇൻറ്റു സ്പേമാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, മൈറ്റോസിസ്, മിയോസിസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സെൽ ഡിവിഷൻ നമ്മൾ പഠിച്ചാണ് പണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. +1 ബോട്ടണിയിലും പഠിച്ചിട്ടുണ്ട് സെൽ ഡിവിഷൻ, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. നോക്കാം നമുക്ക്. അതായത് സ്പെർമറ്റഗോണിയ നമ്മൾ പറഞ്ഞിരുന്നു. സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് 2 തരം സെൽസ് ഉണ്ട്. ഒന്ന് സ്പെർമറ്റോഗോണിക് സെൽ ഓർ സ്പെർമറ്റോജെനിക് സെൽ, മറ്റൊന്ന് സെർട്ടോളി സെൽ. സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കാം. സ്പെർമറ്റഗോണിയ സെല്ലിൻ്റെ ക്രോമോസോം നമ്പർ 2n ആണ്, ഡീപ്ലോയിഡ് ആണ്. ദ ഡീപ്ലോയിഡ് സ്പെർമറ്റഗോണിയ അണ്ടർഗോസ് മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. മൈറ്റോസിസ് നടക്കുമ്പോൾ ക്രോമോസോം നമ്പർ മാറില്ല, അങ്ങനെ അതും ഡീപ്ലോയിഡ് തന്നെയാണ്. ഇനി പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അവിടെ മിയോസിസ് 1 ആണ് നടക്കുന്നത്. മിയോസിസ് 1 എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്. അതായത് 2n നമ്പർ ക്രോമോസോം ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാപ്ലോയിഡ്. അതായത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 2n ആണ്, ഡീപ്ലോയിഡ് ആണ്. അത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിലേക്ക് എത്തുമ്പോൾ അത് ഹാപ്ലോയിഡായി മാറി. ഇനിയോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അണ്ടർഗോസ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് സ്പെർമാറ്റിഡ്. മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിന് തുല്യമാണ്, അതുകൊണ്ട് ക്രോമോസോമിൽ വേരിയേഷൻ വരില്ല. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് n ഹാപ്ലോയിഡ് ആണ്, അതേപോലെ സ്പെർമാറ്റിഡും ഹാപ്ലോയിഡ് n തന്നെയാണ്. അപ്പോൾ ഒരു മൈറ്റോസിസ് വഴി പ്രൈമറി സ്പെർമറ്റോസൈറ്റും അതേപോലെ മിയോസിസ് ഫസ്റ്റ് സെക്കൻഡ് ഡിവിഷൻ കഴിയുമ്പോൾ സ്പെർമാറ്റിഡും കിട്ടി. എത്ര? ഒരു സ്പെർമറ്റഗോണിയ സെല്ലിൽ നിന്ന് ഫോം ചെയ്ത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഒരുപാടുണ്ടാവുമല്ലോ,
നമ്മൾ പറഞ്ഞ പ്രകാരം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഇപ്പോൾ രണ്ടെണ്ണ ഓറഞ്ച് കളറിൽ കാണുന്നുള്ളൂ, അത് 8 വരും, ഓരോന്നൊന്നും 2 വെച്ച് 8 വരും. അതിലൊരു സെല്ല് ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡും കിട്ടും. അതായത് സ്പെർമറ്റോജനിസ് കഴിയുമ്പോൾ ഓരോ സെല്ലിൽ നിന്നും 4 സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നു. ഈ 4 സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. ഇനി നോക്കുക സെക്കൻഡ് സ്റ്റെപ്പ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സ്പെർമാറ്റിഡിനെ സ്പെർമറ്റോസോവ ആക്കി മാറ്റണം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ്. നോക്കാം. അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്താവും? എ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. അതിൽ ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 2 സ്പെർമാറ്റിഡ്സ്. ദാറ്റ് ഈസ് എ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് പ്രൊഡ്യൂസസ് 4 സ്പെർമാറ്റിഡ്സ് ഓർ 4 സ്പെർംസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ നോക്കുക, അതിന് എന്താണ് സ്പെർമിയേഷൻ? അത് എന്തായിട്ട് മാറും? സ്പേമായിട്ട് മാറുമെന്ന് പറഞ്ഞു. എങ്ങനെയാണത് നോക്കുക. ആഫ്റ്റർ സ്പെർമിയോജെനിസിസ് എങ്ങനെയാണ് പറഞ്ഞത്? സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേമായിട്ട് മാറും. എന്ത് വേണം? അതിന് ഹെഡും ടെയില് കാര്യങ്ങളൊക്കെ വേണം. ഡയഗ്രാം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെയാണുള്ളത്? സ്പെർമാറ്റിഡ് സ്പെർമറ്റോസോവായിട്ട് മാറുമ്പോൾ ഹെഡ്, മിഡിൽ പീസ്, ടെയില് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അതിൽ വരും. ഇനി ആഫ്റ്റർ സ്പെർമിയോജെനിസിസ് സ്പേം ഹെഡ് ആർ എംബർഡ് ഇൻ ദ സെർട്ടോളി സെൽസ് ടു ഗെറ്റ് നറിഷ്മെൻറ്റ്. സ്പെർമിയോജെനിസിസ് കഴിഞ്ഞാൽ സെർട്ടോളി സെല്ലിലേക്ക് സ്പേമിൻ്റെ ഹെഡ് പോവും. അവിടെ അതിന് എന്ത് കിട്ടും? നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഫുഡ് കിട്ടും. ദെൻ ദേ ആർ റിലീസ് ടു ട്യൂമൻ ഓഫ് സെമിനിഫറസ് ട്യൂബിൾ. പിന്നീട് അവ സെമിനിഫറസ് ട്യൂബിളിൻ്റെ ലൂമനിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സ്, ദ റിലീസ് ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമിയേഷൻ. അതിൽ ഹോർമോണൽ സ്ട്രക്ചർ റോളുണ്ട്. കാരണം +1 സുവോളജിയിലെ അവസാന പാഠമായിട്ടുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ്, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺ, അതല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ ല്യൂട്ടിനൈസിങ് ഹോർമോൺ, LH, FSH, GTH, GnRH എന്നൊക്കെ ഹോർമോൺസ് പഠിച്ചിട്ടുണ്ട്. ആ ഹോർമോൺസിൻ്റെ റോളാണ് പഠിക്കാനുള്ളത്. നോക്കുക. അതായത് റോൾ ഓഫ് ഹോർമോൺസ് ഇൻ സ്പെർമറ്റോജെനിസിസ്. എങ്ങനെയാണ്? ആദ്യം ഹൈപ്പോതലാമസ്. എന്താണ് ഹൈപ്പോതലാമസിൻ്റെ റോൾ എന്ന് പറയുന്നത്? ഹൈപ്പോതലാമസ് ഇറ്റ് സെക്രീറ്റ് എ റിലീസിങ് ഹോർമോൺ കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, അല്ലെങ്കിൽ GnRH. ഇറ്റ് ആക്ട് ഓൺ പിറ്റ്യൂട്ടറി. അല്ലാതെ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും. പിറ്റ്യൂട്ടറിൽ ആക്ട് ചെയ്യുമ്പോഴോ ഇറ്റ് സെക്രീറ്റ് 2 ഗൊണാഡോട്രോപ്പിൻസ്. അതൊക്കെയാണ് ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH ആൻഡ് FSH. LH എന്ത് ചെയ്യും? ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട് ഓൺ ലേഡിഗ് സെൽ or interstitial cells to produce androgen or male sex hormone. It stimulate spermatogenesis. അതേപോലെ FSH ആണെങ്കിലോ ഇറ്റ് ആക്ട് ഓൺ സെർട്ടോളി സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഈ ഹോർമോൺ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന GnRH ഉണ്ടെങ്കിൽ മാത്രമേ അത് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് LHഉം FSHഉം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. LH ഉണ്ടെങ്കിൽ മാത്രമേ മെയിൽ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. FSH ഉണ്ടെങ്കിൽ മാത്രമേ സെർട്ടോളി സെൽസ് സ്പെർമിയോജെനിസിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ഹോർമോൺസിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട് അതിൽ. ഇനി പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോവ, അതായത് സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ, അതിൻ്റെ സ്ട്രക്ചറാണ് ഇനി പറയാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം നോക്കിയാൽ അറിയാം എന്തൊക്കെയുണ്ട്. അതിന് ഒരു ഹെഡ് റീജിയൻ ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ. അല്ലെങ്കിൽ 4ആയിട്ട് പറഞ്ഞാൽ ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഹെഡിലാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ സ്പേം ഹെഡിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അക്രോസോം എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. പിന്നെ സ്പേം ന്യൂക്ലിയസ് ആണ് പോയി ഫ്യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഫെർട്ടിലൈസേഷൻ മീൻസ് ഫ്യൂഷൻ ഓഫ് സ്പേം ന്യൂക്ലിയസ് വിത്ത് ഓവൻ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നെക്ക് കഴിഞ്ഞാൽ മിഡിൽ പീസിൽ എന്താണുള്ളത്? മൈറ്റോകോൺട്രിയ. മിഡിൽ പീസിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് സ്പേമിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നു. പിന്നെ ടെയിൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നോക്കുക,
ഓൾമോസ്റ്റ് അതിൻ്റെ സൈസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എ മെച്യൂർ സ്പേം ഈസ് എബൌട്ട് 60 മൈക്രോമീറ്റർ ലോങ് ആണ്. 0.06 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് പറയുന്നത്. വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതാണ് സ്പേം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് പ്ലാസ്മ. നോർമലി സെല്ലാണ്, സെൽ ഈസ് കവേർഡ് ബൈ സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. എ സ്പേം ഹാസ് 3 റീജിയൻസ്: ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. പിന്നെയോ അതിൻ്റെ പ്രോസസ്സ് നോക്കിയാൽ ഹെഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓവൽ ഷേപ്പ്ഡ്, ഫോംഡ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് അക്രോസോം. അക്രോസോം ഈസ് ഫോംഡ് ഫ്രം ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ് ഉണ്ടായതാണ് അക്രോസോം. അതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള ലൈറ്റിക് എൻസൈം. ലൈറ്റിക് എൻസൈം മീൻസ് ദ എൻസൈം ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലൈറ്റിക് എൻസൈം. അതുണ്ട്. ഹെഡ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പാർട്ട് നെക്കാണ്. പിന്നെയുള്ള ഭാഗം മിഡിൽ പീസ്. മിഡിൽ പീസിൽ എന്തുണ്ട്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആക്സിയൽ ഫിലമെൻറ്റ് സറൗണ്ടഡ് ബൈ മൈറ്റോകോൺട്രിയ ആൻഡ് സൈറ്റോപ്ലാസം. ആക്സിയൽ ഫിലമെൻ്റ് ഉണ്ട്, അതേപോലെ മൈറ്റോകോൺട്രിയയും സൈറ്റോപ്ലാസും ഉണ്ട്. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ പറഞ്ഞു, ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ഫോർ ദ സ്പേം മോട്ടിലിറ്റി. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെയിൽ. എന്താണ് ടെയിലിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ ആക്സിയൽ ഫിലമെൻറ്റ്. സ്ട്രക്ചറിൽ പറയുകയാണ് ഫംഗ്ഷൻ: ഇറ്റ് സ്പേം മൂവ്സ് ഇൻ എ ഫ്ലൂയിഡ് മീഡിയം ആൻഡ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ബൈ ദ അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ് ഓഫ് ദി ടെയിൽ. അതായത് സ്പേം മൂവ് ചെയ്യണം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്ന് എൻഡ് വരെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് ഫെർട്ടിലൈസേഷൻ ആവുന്നത് വരെയും അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ട്. അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ മൂവ്മെൻറ്റ് വേണം. നമ്മൾ ലൂബ്രിക്കേഷനൊക്കെ പറഞ്ഞ ചില സെക്രീഷനൊക്കെ പറഞ്ഞിരുന്നു. ആ ലൂബ്രിക്കേറ്റും സെക്രീഷനൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഫ്ലൂയിഡ് മീഡിയം ഉണ്ട്. മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഓർഗൻ വേണം. നമ്മൾ ശരിക്കും ഫ്ലജല്ല പോലെ ടെയിൽ ഉപയോഗിച്ച് അത് മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റിനെയാണ് അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ് മീൻസ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു വിപ്ലാഷ് മൂവ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചാട്ടവാർ എന്നൊരു സംഭവമുണ്ട്. വാല് ആ ഒരു അനങ്ങുന്ന പോലെ അത് മൂവ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക. ഇപ്പോൾ സ്നേക്കിൻ്റെ വാലൊക്കെ പോകുന്നത് നമ്മൾ സിമ്പിൾ ഒരു കയർ, ഒരു റോപ്പ് എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു നോക്കിയാൽ ഉണ്ടാവുന്ന ആ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഒരു വൈബ്രേഷൻ പോലെ, ഒരു വേവ് പോലെ പോകുന്നത്, ആ മൂവ്മെൻ്റ് ആണ് അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ്. അതുവഴി മൂവ് ചെയ്യും. ഇനി അതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുക. ദ ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് അബൌട്ട് 200 to 300 മില്യൺ സ്പേംസ് ഡ്യൂറിങ് എ കോയിറ്റസ്. ഒരു പ്രാവശ്യം സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഹ്യൂമൻ മെയിൽ ബോഡിയിൽ നിന്ന് ഫീമെയിൽ ബോഡിക്കകത്തേക്ക് എത്തുന്നത് 200 to 300 മില്യൺ സ്പേംസ് ആണ്. 200 മില്യൺ മീൻസ് 1 മില്യൺ എത്രയാണ്? 10 lakh. അപ്പോൾ അത്രയും ഇൻറ്റു 10 lakh വരും. അപ്പോൾ 200 into 10 lakh അത്രയും, അതായത് ബില്യൺസ്, കോടിക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് സ്പേംസാണ് ഫീമെയിൽ ബോഡിക്കകത്തേക്ക് പോകുന്നത്. ഒരു സെല്ലിൽ നിന്നാണ് 4 സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് സ്പെർമറ്റോഗോണിക് സെൽസ് മൈറ്റോസിസ് മിയോസിസ് നടക്കുമ്പോൾ മില്യൺസ് ഓഫ് സ്പേംസ് ആർ റിലീസ്ഡ്. അതിൽ തന്നെ ഓരോ പ്രാവശ്യം സെക്ഷൽ കോണ്ടാക്ട് നടക്കുമ്പോഴും എബൌട്ട് 200 to 300 മില്യൺ സ്പേംസ് ആർ റിലീസ്ഡ് ഓർ ഇജാക്കുലേറ്റ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതിൽ തന്നെ നോക്കുക, ഫോർ നോർമൽ ഫെർട്ടിലിറ്റി അറ്റ്ലീസ്റ്റ് 60% സ്പേംസ് മസ്റ്റ് ഹാവ് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്. അതായത് ഇത്രയും സ്പേം റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ 60% സ്പേംസിനാണ് നോർമൽ ഷേപ്പും സൈസും ഉണ്ടാവുക. അതിൻ്റേത് തന്നെ 40% മാത്രമാണ് വിഗറസ് മോട്ടിലിറ്റി. എന്നാൽ മാത്രമേ ഫെർട്ടിലൈസ് ആവുള്ളൂ. നമ്മൾ പറഞ്ഞു ഒരു ഓവം മാത്രമേ ഉള്ളൂ, അതുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേം മാത്രം പോരാ. മില്യൺസ് ഓഫ് സ്പേംസ് റിലീസ് ചെയ്യും. അതിൻ്റെ 60% എങ്കിലും നോർമൽ സൈസും ഷേപ്പും വേണം. ആ 60%ൻ്റെ 40% എന്തായിരിക്കണം? നല്ല മൂവ്മെൻറ്റ്, മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ളൂ. അല്ലാതെ ഒരു സ്പേം മാത്രം പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ 100 or 1000 ഉണ്ടായിട്ട് കാര്യമില്ല. ഇത്രയും മില്യൺസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നോർമൽ സൈസും ഷേപ്പും അല്ലെങ്കിൽ മോട്ടിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്രയുമാണ് നമുക്ക് സ്പെർമറ്റോജെനിസിസും അതേപോലെ മെയിൽ റീപ്രൊഡക്ഷനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഊജെനിസിസ്. എന്താണ് ഊജെനിസിസ്? പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഓവം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം ഈസ് കോൾഡ് oogenesis.
It takes place in Graafian follicle of ovary. ഇനിയോ oogenesis is initiated in embryonic stage. അതായത് പ്രഗ്നൻ്റ് കണ്ടീഷനിൽ പെൺകുട്ടിയാണുള്ളതെങ്കിൽ ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്തിന് എന്ത് നടക്കും, oogenesis സ്റ്റാർട്ട് ചെയ്തിട്ട് ഊഗോണിയ അല്ലെങ്കിൽ എഗ്ഗ് മദർ സെല്ലായിട്ട് മാറും. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആഡഡ് ആഫ്റ്റർ ബർത്ത്. ഇത് എന്താ എംബ്രിയോണിക് കണ്ടീഷനിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ബർത്തിന് ശേഷം പിന്നെ ഒരു ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഒരു ഊഗോണിയയും പിന്നെ എന്ത് ചെയ്യില്ല, ജനിച്ചതിന് ശേഷം ആഡ് ചെയ്യില്ല. ഒരു പെൺകുട്ടിയുടെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന ഊഗോണിയൊക്കെ അപ്പോൾ ഫോം ചെയ്യും ബിഫോർ ബർത്താണ്. ബിഫോർ ബർത്തിന് എത്ര ഊഗോണിയ ഫോം ചെയ്യും അല്ലെങ്കിൽ എഗ്ഗ് മദർത്തിൽ ഫോം ചെയ്യും, അതുമാത്രമാണ് ഓവറിക്കകത്ത് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും, ഊഗോണിയ മൾട്ടിപ്ലൈറ്റ് ഫോം പ്രൈമറി ഊസൈറ്റ്. മൈറ്റോസിസ് നടന്നിട്ട് അത് പ്രൈമറി ഊസൈറ്റ്. ഓർമ്മ വേണം, നേരത്തെ സ്പെർമറ്റോഗോണിയ സ്പെർമറ്റോസൈറ്റായിട്ടാണ് മാറിയത്. ഇവിടെ ഊഗോണിയ ഇൻറ്റു ഊസൈറ്റ്. ദേ എൻറ്റർ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ആൻഡ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ് അറ്റ് ദാറ്റ് സ്റ്റേജ്. അതായത് പ്രോഫേസ് 1 മിയോസിസ് 1ൻ്റെ സ്റ്റെപ്പാണ് പ്രോഫേസ് 1. ക്രോസിങ് ഓവറൊക്കെ നടക്കുന്നൊരു പ്രോസസ്സാണ്. ആ സ്റ്റെപ്പ് എത്തുമ്പോൾ എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടും, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. ഇനി ഈച്ച് പ്രൈമറി യൂസൈറ്റ്, ആ പ്രൈമറി യൂസൈറ്റ് എന്ത് ചെയ്യും, ഗെറ്റ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽ. അപ്പോൾ അത് ഗ്രാനുലോസ സെല്ലുകൊണ്ട് കവർ ചെയ്തിട്ട് പ്രൈമറി ഫോളിക്കിളായിട്ട് മാറും. മെനി പ്രൈമറി ഫോളിക്കിൾ ഡീജനറേറ്റ് ഡ്യൂറിങ് ദ ഫേസ് ഓഫ് ബർത്ത് ടു പ്യൂബർട്ടി. അതായത് പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം പ്യൂബർട്ടി, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് നശിച്ചു പോവും. ദെർഫോർ അറ്റ് പ്യൂബർട്ടി ഓൺലി 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് ആർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഓവറി. അതായത് 2 ഓവറിലും കൂടി ഏകദേശം 1.5 ലാക്ക് അല്ലെങ്കിൽ 1.6 ലാക്കിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. സ്പേംസ് ആണെങ്കിൽ മില്യൺസ്, ഓരോ പ്രാവശ്യവും മില്യൺസ് പറഞ്ഞു. 200-300 മില്യൺ ഒരു ദിവസമല്ല, ഓരോ പ്രാവശ്യം സെക്ഷൽ കോൺടാക്റ്റിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഓവൻ ടോട്ടലാണ് പറയുന്നത്. ഒരു ഫീമെയിൽ ചൈൽഡ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഒരു ഓവറിക്കകത്ത് മാക്സിമം ഒരു 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവുള്ളൂ. രണ്ടും കൂടിയിട്ട് ഏകദേശം 1,20,000 to 1,60,000. ആവറേജ് നോക്കിയാൽ രണ്ടിലും കൂടിയിട്ട് ഒരു 1.5 ലാക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവുള്ളൂ. ഇനി നോക്കുക, പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും. പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്സ് ഇൻറ്റു സെക്കൻഡറി ഫോളിക്കിൾ ഇൻറ്റു ടെർഷ്യറി ഫോളിക്കിൾ ആൻഡ് ദെൻ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇസ് ദ ഫുള്ളി മെച്ചുവേർഡ് ഫോളിക്കിൾ. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഓവം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്രാം നോക്കുക. പ്രൈമറി ഊസൈറ്റ്, പ്രൈമറി ഫോളിക്കിൾ, എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് പറഞ്ഞു. പിന്നെ എന്തായും അതിൽ സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. അതിന് സറൗണ്ടിങ് ലെയേഴ്സൊക്കെ ഫോം ചെയ്യും. ടെറിഷറി ആകുന്ന സമയത്ത് അതിനകത്ത് ആൻഡ്രം ഒക്കെ ഡിഫറെൻറ്റ് പാർട്ടുണ്ട്. അവസാനമോ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് വരുമ്പോൾ ഫുള്ളി മെച്ചുവേർഡ് ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി ശരിക്കും നമുക്ക് ഊജനിസിൻ്റെ പ്രോസസ്സിലേക്ക് വരാം. ഊജനിസിൻ്റെ പ്രോസസ്സ് എങ്ങനെ പറയാം. ദ പ്രൈമറി യൂസൈറ്റ് ഇൻ ടെർഷ്യറി ഫോളിക്കിൾ ഗ്രോസ് ആൻഡ് അണ്ടർഗോസ് ഫസ്റ്റ് അൺഈക്വൽ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ഹാപ്ലോയിഡ് സെക്കൻഡറി യൂസൈറ്റ്. അതായത് പ്രൈമറി യൂസൈറ്റ് എന്തായിട്ട് മാറുന്നു, സെക്കൻഡറി യൂസൈറ്റായിട്ട് മാറുന്നു. ആ പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റായിട്ട് മാറുമ്പോൾ നടക്കുന്ന ചേഞ്ചസ് ഒരുപാടുണ്ട്. ആ ചേഞ്ചസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് തൊട്ട് മുമ്പ് പറഞ്ഞതൊക്കെ ആ ചേഞ്ചസ് ആണ്. അപ്പോൾ പ്രൈമറി ഊസൈറ്റ് ഡെവലപ്സ് ഇൻറ്റു ഡിവൈഡ്സ് ഇൻറ്റു സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് എ പോളാർ ബോഡി. അവിടെ എന്ത് ഫോം ചെയ്യും, 2 എണ്ണം ഫോം ചെയ്യില്ല, ഒരു പോളാർ ബോഡി കൂടി ഫോം ചെയ്യും. നോക്കാം, നമുക്കതിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറയാം. ഇപ്പോൾ പ്രൈമറി യൂസൈറ്റ് ഒറ്റ പ്രൈമറി യൂസൈറ്റാണ്. പ്രൈമറി യൂസൈറ്റ് ഡിവൈഡ്സ് ആൻഡ് ഗ്രോസ് അല്ലെങ്കിൽ ഗ്രോസ് ആൻഡ് അണ്ടർഗോസ് ഇൻ ഈക്വൽ ഡിവിഷൻ ടു ഫോം ഹാപ്ലോയിഡ്. ക്രോമോസ് നമ്പർ കുറഞ്ഞു, ഹാഫായി സെക്കൻഡറി യൂസൈറ്റ്, പിന്നെ ഒരു ചെറിയ പോളാർ ബോഡിയും ഫോം ചെയ്യും. സോ സെക്കൻഡറി യൂസൈറ്റ് റീറ്റെയിൻ ഇൻ ദ ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം. ഇവിടെ തന്നെ ബാക്കിയാവും. പോളാർ ബോഡീസ് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് അൺനോൺ ദാറ്റ് വെദർ ദ ഫസ്റ്റ് പോളാർ ബോഡി ഡിവൈഡ്സ് ഫർദർ ഓർ ഡീജനറേറ്റ്. ആ ഫസ്റ്റ് പോളാർ ബോഡി നശിച്ചു പോകുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഇപ്പോഴും അൺനോൺ ആണ്. ഇനിയോ ദ ടെറിഷറി ഫോളിക്കിൾ ഫർദർ ചേഞ്ചസ് ഇൻ ടു മെച്ചുവർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ.
ഇനിയോ ദ സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഫോം ചെയ്യും. സെക്കൻഡറി ഊസൈറ്റ് ചുറ്റും മെംബ്രെയിൻ്റെ പേരെന്താണ്? സോണ പെല്ലുസിഡ. സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേര് സോണ പെല്ലുസിഡ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഗ്രാഫിയൻ ഫോളിക്കിളിനകത്താണ് ഈ പാർട്ടൊക്കെ ഉള്ളത്. ഗ്രാഫിയൻ ഫോളിക്കിൾ നൗ റപ്ചർ ടു റിലീസ് സെക്കൻഡറി ഊസൈറ്റ്. ഇപ്പോൾ എന്ത് ചെയ്യും? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്യും. ദ റിലീസ് ഓഫ് ഓവം ഫ്രം ഓവർ ഈസ് കോൾഡ് ഓവുലേഷൻ. റിലീസ് ഓഫ് സ്പേം ഫ്രം ടെസ്റ്റിസ് എന്തായിരുന്നു പറഞ്ഞത്? സ്പേമിയേഷൻ. ഇവിടെ ഇറ്റ് ഈസ് കോൾഡ് ഓവുലേഷൻ. സ്റ്റെപ്പ് നോക്കുക അതിൻ്റെ. അതായത് സ്പെർമറ്റോജെനിസിസ് പഠിച്ച പോലെ തന്നെ നോക്കുക. ഊഗോണിയ ക്രോമോസ് നമ്പർ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ 46 ആണ്. മൈറ്റോസിസ് നടക്കുമ്പോൾ എന്താവും? പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറും. അതെപ്പോഴാണ് നടക്കുന്നത്? എംബ്രിയോണിക് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൈമറി യൂസൈറ്റ് ഡെവലപ്പ് ചെയ്യും, സൈസ് വലുതാവും. പിന്നെയോ ഓവുലേഷന് മുമ്പായിട്ട് മിയോസിസ് 1 നടക്കും. സോ സെക്കൻഡറി യൂസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. ആ പിങ്ക് കളറിൽ കൊടുത്താണ് സെക്കൻഡറി യൂസൈറ്റ്. അതേപോലെ ചെറുതായിട്ട് കൊടുത്തത് ഫസ്റ്റ് പോളാർ ബോഡി. ഫസ്റ്റ് പോളാർ ബോഡി എന്ത് ചെയ്യും? നശിച്ചു പോകും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന അൺനോൺ എന്നാണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡറി യൂസൈറ്റ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ 2 ടു ഫോം അഗെയിൻ എന്താ ആ ഗ്രീൻ കളറിൽ കാണുന്നത്? ഊറ്റിഡ്. നമ്മൾ സ്പെർമാറ്റിഡിന് പകരം ഊറ്റിഡ് ഓർ ഓവം എന്ന് പറയുന്നു. അതേപോലെ സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും. അതായത് ഒരു ഫങ്ഷണൽ ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, മറ്റൊരു പോളാർ ബോഡി മാത്രമേ ഫോം ചെയ്യുള്ളൂ. നമ്മൾ സ്പെർമറ്റോജെനിസിസ് പഠിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? എന്തൊക്കെ ഫോം ചെയ്യും? സ്പെർമറ്റോജെനിസിസ് പഠിക്കുമ്പോൾ പറഞ്ഞത് എന്ത് ഫോം ചെയ്യുമെന്നാണ്? 4 സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ. ഇവിടെയാണെങ്കിൽ ഒരു ഊറ്റിഡ്, ഒരു ഫങ്ഷണൽ ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി ഓവത്തിൻ്റെ സ്ട്രക്ചർ നോക്കുക. സ്ഫെറിക്കലാണ് ബട്ട് നോൺ മോട്ടൈൽ. നമ്മൾ പറഞ്ഞു അതാ ടെയിൽ ഉണ്ടെങ്കിൽ സ്പേം മൂവ് ചെയ്യും. അവിടെ സ്ഫെറിക്കൽ ആൻഡ് നോൺ മോട്ടൈൽ. സൈസ് ആണെങ്കിലോ ഇറ്റ്സ് എബൌട്ട് 0.2 മില്ലിമീറ്റർ. മറ്റേ എത്ര ആയിരുന്നു? സ്പേം 0.06 മില്ലിമീറ്റർ ആയിരുന്നു. ഇത് 0.02 മില്ലിമീറ്റർ ഡയമീറ്റർ. ഓവത്തിൻ്റെ മെംബ്രെയിൻ നോക്കുക. പ്ലാസ്മ മെംബ്രെയിൻ, ഇന്നർമോസ്റ്റ് ലെയർ, അതിന് പുറത്ത് കാണുന്നത് സോണ പെല്ലുസിഡ, ഔട്ടർമോസ്റ്റ് ലെയർ കൊറോണ റേഡിയേറ്റ. അങ്ങനെ ലെയേഴ്സ് കൂടി ഉണ്ട്. അതിൽ പ്ലാസ്മ മെംബ്രെയിൻ, വിറ്റലൈൻ മെംബ്രെയിൻ എന്നുകൂടി പറയുന്നുണ്ട്. വീട്ടിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ, പിന്നെ ഒരു വിറ്റലൈൻ മെംബ്രെയിൻ, പിന്നെ സോണ പെല്ലുസിഡ, പിന്നെ കൊറോണ റേഡിയേറ്റ, ഇങ്ങനെയും പറയുന്നുണ്ട്. 4 ലെയേഴ്സ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ് എന്താണ്? സ്പെർമറ്റോജെനിസിൻ്റെയും ഊജെനിസിൻ്റെയും ഡിഫറൻസ് എങ്ങനെ പറയാൻ പറ്റും? സ്പെർമറ്റോജെനിസിസ് ഒക്കേഴ്സ് ഇൻ ടെസ്റ്റിസ്, ഊജെനിസിസ് ഒക്കേഴ്സ് ഇൻ ഓവറി. ഇനിയോ സ്പെർമറ്റോജെനിസിസ് ആണെങ്കിൽ ലിമിറ്റഡ് ഗ്രോത്ത് ഫേസേ ഉള്ളൂ, ചെറിയ സമയം. ഊജെനിസിസ് ആണെങ്കിൽ എലാബറേറ്റഡ് ഗ്രോത്ത് ഫേസാണ്. കാരണം ഇതെവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു? എംബ്രിയോണിക് മുതൽ പ്യൂബർട്ടി വരെയുള്ള സമയത്ത് നടക്കുന്നതാണ്. ഒരു ലോങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫേസ് ഉണ്ട്. പിന്നെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 4 സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. സ്പെർമറ്റോജെനിസിൽ ഇവിടെയാണെങ്കിൽ ഈച്ച് പ്രൈമറി ഊസൈറ്റ് ഗീവ്സ് ഓൺലി 1 ഓവം. സ്പെർമറ്റോജെനിസിൽ നോ പോളാർ ബോഡി ഫോർമേഷൻ. ഇൻ ഊജെനിസിസ് പോളാർ ബോഡീസ് ആർ ഫോംഡ്. അതേപോലെ സ്പെർമറ്റോജെനിസിസ് ആണെങ്കിലോ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു സെനിലിറ്റി. അതായത് പ്യൂബർട്ടി സമയത്ത്, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, അവസാനിക്കുന്നതാണെങ്കിലോ സെനിലിറ്റി, ഡെത്ത് വരെ, അതായത് അത്രയും സെനിസെൻസ് വരെ, ഓൾഡ് ഏജ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഊജെനിസിസ് ആണെങ്കിലോ ബിഗിൻസ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിൽ എന്ത് ചെയ്യും? തുടങ്ങും. പിന്നെയോ ബട്ട് സസ്പെൻഡ് അപ് ടു പ്യൂബർട്ടി. എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങും, പിന്നെ ഡെലിവറി കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ ബർത്തിന് ശേഷം പ്യൂബർട്ടി വരെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും തുടങ്ങും. ഇറ്റ് സീസ് അറൗണ്ട് ദ ഏജ് ഓഫ് 50. ഒരു 50 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്.